ഡൽഹി യാത്ര തുടരുകയാണ്. അക്ബർ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. രാഷ്ട്രീയക്കാരും VIP-മാരൊക്കെ താമസിക്കുന്ന മേഖലയാണിത്. അവരുടെ വസതികളാണ് റോഡിന് ഇരുവശവുമുള്ളത്. ക്യാബിനറ്റ് മന്ത്രിമാരും അതുപോലെ മുതിർന്ന MP-മാരും എല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഒരു വശത്തായി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം കാണാം. ഇവിടെ സന്ദർശിക്കാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് അകത്ത് കയറാം. എൻട്രി ഫീസ് ഇല്ല. മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വസതിയാണ് പിന്നീട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം ആക്കി മാറ്റിയത്. 1985 ഒക്ടോബർ 31 സ്വന്തം ബോഡി ഗാർഡ്സിൻ്റെ തന്നെ കൈകൊണ്ട് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണത്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിൻ്റെ മാതൃഭൂമി റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ദേശീയ പ്രസ്ഥാനത്തെയും നെഹ്റു ഗാന്ധി കുടുംബത്തെയൊക്കെ രേഖപ്പെടുത്തുന്ന ഫോട്ടോഗ്രാഫുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. കുട്ടിക്കാലം മുതൽ മഹാന്മാരുമൊത്തുള്ള ഇന്ദിരാഗാന്ധിയുടെ ജീവിതം വിവരിക്കുന്ന ചിത്രങ്ങൾ കാണാം. കൊച്ചുമക്കളായ രാഹുൽ, പ്രിയങ്ക, വരുൺ ഇവരോടൊക്കെ ഒപ്പമുള്ള ഫോട്ടോയും ഇവിടെയുണ്ട്. ഈ കാണുന്നത് ജവഹർലാൽ നെഹ്റു സ്വന്തം കരങ്ങളാൽ ടർക്കിയിൽ തുന്നിയ വസ്ത്രങ്ങളാണ്. ഇവിടെ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ദിരാഗാന്ധിക്ക് സമ്മാനിച്ച ഗിഫ്റ്റുകൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മാനങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന റൂം ഇത് ഇന്ദിരാഗാന്ധിയുടെ റീഡിംഗ് റൂം ആയിരുന്നു. പുസ്തകങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെ അടുക്കി വെച്ചിട്ട് അവരുടെ ജീവിതകാലത്ത് എന്ന പോലെ തന്നെ കൃത്യമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ മുറിയും ജീവസുള്ളതാക്കി വെച്ചിട്ടുണ്ട്. ഖുർആന്, ബൈബിള്, വേദഗ്രന്ഥങ്ങൾ ഇങ്ങനെ മറ്റു മതങ്ങളുടെയൊക്കെ ചിഹ്നങ്ങൾ ഈ പൂജാമുറിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വലിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ലിവിങ് റൂമാണിത്. അക്കാലത്ത് AC ഉള്ളൊരു മോഡൽ നോക്കൂ. ഇന്ദിരാഗാന്ധിയും മക്കളും പേരമക്കളും ഒക്കെ ഒരുമിച്ചുണ്ട് ഡൈനിങ് ടേബിള്. ഈ സാരി കണ്ടില്ലേ? ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ അന്നേ ദിവസം ധരിച്ചിരുന്ന സാരിയാണിത്. ബുള്ളറ്റ് പതിഞ്ഞ ഓട്ടകളും രക്തക്കറകളും ഇപ്പോഴും അതിൽ കാണാം. അതിനോടൊപ്പം ധരിച്ച ബാഗും ചെരുപ്പും ഒക്കെ അതിലെടുത്തു വെച്ചിട്ടുണ്ട്. ദ സാരി വോൺ ബൈ ഇന്ദിരാഗാന്ധി ഓൺ ദ ഡേ ഓഫ് ഹെർ അസാസിനേഷൻ. ഇവിടെ ഒരുപാട് പത്രക്കട്ടിങ്ങുകൾ കാണാം. ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അന്നേ കാലത്ത് അച്ചടിച്ചു വന്ന പത്രവാർത്തകളാണ് ഇതൊക്കെ. രാജീവ് ഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയൊക്കെ കുട്ടിക്കാലത്തെ ഫോട്ടോകളും വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വസ്ത്രാവശിഷ്ടങ്ങൾ കാണുന്നില്ലേ? ഇത് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ആ ഷൂസും സോക്സും എല്ലാം അതിൻ്റെ ബാക്കി ഓർമ്മകളായി നിലനിൽക്കുന്നു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ്, ഒരു റാലിയിലാണ് അദ്ദേഹത്തിന് നേരെ ഒരു ചാവേറാക്രമണം ഉണ്ടാവുന്നത്. ഇനി പുറത്തേക്കിറങ്ങിയാൽ മനോഹരമായ പൂന്തോട്ടത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ് ഈ വീട് നിലകൊള്ളുന്നത്. ഇവിടുത്തെ ഈ ഉദ്യാനത്തിൽ തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ കൊലയാളികൾ മറഞ്ഞിരുന്നതും. 1984 ഒക്ടോബർ 31 ഈ വഴി നടക്കുമ്പോഴാണ് തൻ്റെ അംഗരക്ഷകരായ സത്വന്ത് സിംഗ്, ബിൻ സിംഗ് എന്നിവരാൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വധിക്കപ്പെടുന്നത്. വെടിയേറ്റ് അവർ പിടഞ്ഞു വീണ സ്ഥലം പ്രത്യേകമായ ഇതുപോലെ ഗ്ലാസ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തിയായ ഭരണാധികാരിയുടെ ഓർമ്മ കുടീരത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വെളുപ്പും കറുപ്പുമായ ഒട്ടേറെ ചരിത്രങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. ഈ പോകുന്നത് ഒരു ഒബ്സർവേറ്ററിയിലേക്കാണ്. ജന്തർ മന്ദർ. പണ്ട് കാലത്ത് കലണ്ടറും ക്ലോക്കൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾക്ക് തീയതിയും സമയവും അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുടെ ചലനങ്ങളായിരുന്നു. ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള വാനനിരീക്ഷണ കേന്ദ്രങ്ങളാണ് ജന്തർ മന്ദർ. ഇന്ത്യയുടെ 5 ജന്തർ മന്ദറിൽ ഒന്നാണിത്. 1724 ജയ്പൂരിലെ മഹാരാജാവ് ജയ്സിംഗ് രണ്ടാമനാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചുവന്ന കല്ലുകൊണ്ടാണ് ഇത് പണിതിട്ടുള്ളത്. 723 അടി ഉയരത്തിലുള്ളതാണ് നിർമ്മിതി. ഇപ്പോൾ ഇത് ഇന്ത്യയുടെ ജ്യോതിശാസ്ത്ര ചരിത്രത്തിൻ്റെ സുപ്രധാന സ്മാരകങ്ങൾ എന്ന നിലയിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇനി കൊണാട്ട് പ്ലേസ് കൂടെ ഒന്ന് കണ്ടുവരാം. വൺ ഓഫ് ദ മെയിൻ ഫിനാൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് സെൻറ്റേഴ്സ്. രാജി ചോക്ക് എന്നും ഇതിന് പേരുണ്ട്. പല പ്രധാന സ്ഥാപനങ്ങളുടെയും മുഖ്യ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡഡ് ഷോറൂമുകളും ഇവിടെയുണ്ട്. നിരവധി ബ്ലോക്കുകളായാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. റോബർട്ട് ടോർ റസലാണ് രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ടച്ചുള്ള ബിൽഡിങ്ങുകളാണ്. അതിൻ്റെ പരിസര ഭാഗങ്ങൾ സൂക്ഷിക്കുന്നതിൽ നമ്മൾ വരുത്തിയ വീഴ്ചയൊഴിച്ചാൽ. ഇതിങ്ങനെ ഒരുപാട് കാണാനുണ്ട്. നമ്മൾ അധിക സമയം ഇവിടെ ചെലവഴിച്ചിട്ടില്ല. യാത്രക്ക് തൽക്കാലം ഒരു ബ്രേക്ക് ഇടാമെന്ന് കരുതിയിട്ട് ഇതിനിടയിൽ തന്നെ വരുന്ന ഒരു പാർക്കിൽ അല്പം വിശ്രമിക്കാൻ ഞങ്ങളിരുന്നു.